ഹലോ, അസ്സാമു അലൈക്കും ഡിയർ ഫാമിലി മെമ്പേഴ്സ്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ റെഗുലർ വീഡിയോ എടുക്കാനും കഴിയണില്ല. ഉച്ച സമയമാകുമ്പോൾ ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വീഡിയോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ നോമ്പല്ലേ, നമ്മൾ അധികം ഇതിലേക്ക് അങ്ങനെ ഇതാവണ്ടെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ വീഡിയോ ഇടാൻ നമ്മളെ യൂട്യൂബ് ഗ്രൂപ്പ് ചാനൽ പോയിപ്പോന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വീട്ടിൽ പോയ സമയത്ത് അവിടെ കുറേ മാങ്ങ അതേപോലെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ കൊണ്ടുവന്നതാണ്. അപ്പം ഞാനിത് കടുമാങ്ങ ഇടാനാണ് പോകുന്നത് കേട്ടോ. കടുമാങ്ങ പല രീതിയിൽ ഇടുന്നവരുണ്ട്. പക്ഷെ നമ്മളവിടേക്ക് ഇതിന് ഉലുവയും കടുകും പൊടിച്ചിടുന്നതിന് കടുമാങ്ങ എന്നാണ് പറയാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്നും ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ടാവില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല. കാരണം വീട്ടിൽ നിന്ന് പണ്ട് കഴിച്ചൊരു ഓർമ്മ എനിക്കുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിച്ച സമയത്ത് എനിക്ക് അത് ഇടണമെന്ന് തോന്നി. അതേപോലെ തന്നെ അച്ചാറിട്ട് നോക്കണം തോന്നി. അപ്പോൾ ഞാനിത് അവിടുന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെ അപ്പം ഇതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് സാധനങ്ങൾ മതി. നമ്മളെ കടുകും ഇതുപോലെ ചുവന്ന മുളകും ഉലുവയും കുറച്ച് ഉപ്പും മാത്രം മതി. വിനീഗറൊന്നും ആവശ്യമില്ല. അപ്പം ഇത് കുറേ നാളെടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ നല്ല മാങ്ങ കൊണ്ടിടാം. ഇത് ഞാൻ വീണിട്ടിയ മാങ്ങയായിട്ടാണ് ഇടുന്നത്. എന്നാൽ തന്നെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടായാൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് പണ്ടത്തെ രുചിയാണ് ഇതിന്. ഇപ്പോഴല്ലേ നമ്മൾ അച്ചാർ പൊടിയൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. പക്ഷെ ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എല്ലാവരും ഉണ്ടാക്കൽ. ഞങ്ങളെ ആ ഒരു വീട്ടിലൊക്കെ കടുമാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയായിരുന്നു. അപ്പോൾ നല്ല മാങ്ങ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ എന്തിനാ മരത്തുമെന്ന് വീണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. നല്ല മാങ്ങയാണ്. അതൊക്കെ ഒരു കുഴപ്പവും കാണുന്നില്ല. അണ്ടിൻ്റെ അവിടെ അങ്ങനെ ചെറിയ കുത്തുണ്ട്, നല്ലാതെ വേറൊരു കുഴപ്പമില്ല. കാറ്റടിച്ചിട്ടൊക്കെ ആയിരിക്കും വീണ്. കുറേ മാങ്ങ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മ കുറേ പോലെ ഇതേപോലെ ഇട്ടിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതേപോലെ ഞാൻ നീളത്തിൽ അരിയണം കേട്ടോ. ചെറുതാക്കി അരിയാനുള്ള ക്ഷമ ഒന്നും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഉപ്പേരി ആയാലും മാങ്ങ ആയാലൊക്കെ ഞാൻ വലുതാക്കി മുറിക്കുക ചെയ്യുക. അല്ലെങ്കിൽ ചോപ്പറിലിട്ട് വലിക്കും. അല്ലാതെ കുനുകുനാ അരിയാനൊന്നും എനിക്ക് ഒരു ക്ഷമയില്ല. ഞാനങ്ങനെ അരിയലുമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ നീളത്തിലാണ് മുറിച്ചിട്ട് എടുക്കണത്. അപ്പം കുറേ മാങ്ങണ്ട്. മോള് പറഞ്ഞിട്ടുണ്ട് മൂവ് ഇടണ്ട, കുറച്ചിട വെക്കണം, ഉപ്പ് കൂട്ടി കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതേപോലെ അങ്ങനെ കുറച്ച് തോനെ 2-3 ഒക്കെ വെച്ചിട്ട് ബാക്കി ഇതേപോലെ ആക്കുകയാണ് കേട്ടോ. പിന്നെ മാങ്ങ ഒന്നും വല്ലാണ്ട് കൊടുക്കാനും പറ്റില്ല കുട്ടികൾക്ക്. കാരണം ചൂടായതുകൊണ്ട് തന്നെ പ്രശ്നമാണല്ലോ. വയറിളക്കം പിടിച്ചാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടും കൂടെയാണല്ലോ. ഇപ്പോൾ ചെടീൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങലില്ല. കാരണം ഒന്നാമത് രാവിലെ എണീക്കാൻ വൈകും. അത്താഴത്തിന് എണീറ്റ് നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് കിടന്നാൽ പിന്നെ രാവിലെ എണീക്കാൻ വൈകും. അതോടെ തന്നെ ചെടീൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങും, നനക്കും, പോരും. ചില സമയത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കും. 1-2 വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടുന്നുണ്ട്. ഒരു വിത്തൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാകി വെച്ചിട്ടുണ്ട്. അതൊക്കെ മുളയ്ക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും. ഇതും കൂടെ കൂട്ടിയിട്ടുള്ള മോർണിംഗ് ഗ്ലോറിൻ്റെ വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. എന്താവോ അറിയില്ല, 100 രൂപക്ക് വാങ്ങിയതായിരുന്നു. 25 വിത്തായിലുണ്ടായിരുന്നത്. മോർണിംഗ് ഗ്ലോറി പല കളറിലുള്ളതായിരുന്നു. നല്ല വിത്തായിരുന്നു കൊണ്ടുവന്ന സമയത്ത്. പക്ഷേ 1-2 മുളച്ച് വരുന്നുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ കാണിക്കും കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കൂടെ തന്നെ ആദ്യം തൊട്ടേ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ 1.7K ആവാറായിട്ടുണ്ട്. അപ്പം എന്താ പറയുക, 1700 പേരുണ്ട്. പക്ഷേ ലൈക്കൊക്കെ നമുക്ക് 5-10 ലൈക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്നും കൂടി എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം ഈ മാങ്ങ അരിയിൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും മാങ്ങൊക്കെ മുറിക്കുന്നതും അതേപോലെ ചെറുതാക്കി അരിയുന്നതൊക്കെ. അത് ശരിക്കും പറഞ്ഞാലൊരു കഴിവ് തന്നെയാണ് കേട്ടോ. ഈ ചെറുതാക്കിയൊക്കെ മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ക്ഷമയുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ശരിക്കും. എനിക്ക് പക്ഷേ എന്താണ് വേഗം പണി കഴിക്കുക എന്നാണ് എൻ്റെ നിയ്യത്ത്. അതുപോലെ എനിക്ക് ചെടീൻ്റെ ക്ലീനിങ്ങും അതുപോലെ ക്ലീനിങ് പരിപാടികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് പുറത്ത് പണിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെടി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ടാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മാങ്ങ ഇപ്പോൾ ഒന്ന് മുറിച്ച് കയ്യിലാണ് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് സ്പീഡ് കൂട്ടിയേക്കട്ടെ കേട്ടോ. എന്തായാലും മാങ്ങ മുറിക്കുന്നത് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ സംസാരിക്കുക വെച്ചിട്ടാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും എത്ര പെട്ടെന്നല്ല ഇപ്പോൾ മുറിച്ച് കഴിയണത് സ്പീഡ് കൂട്ടിച്ചതുകൊണ്ട്. അപ്പം മുഴുവൻ വാങ്ങിയതേപോലെ ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് സമയം എടുത്ത് അരിഞ്ഞെടുത്ത്
പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടുകാണ് കേട്ടോ. കുറച്ച് കടുകും അതേപോലെ കുറച്ച് ഉലുവയാണ് വേണ്ടത്. ഞാൻ വറവിടാനൊക്കെ ഇപ്പം ഈ ഒരു പാനാണ് ഉപയോഗിക്കുന്നത്. അതേപോലത്തെ ഈ ഒരു വറുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇതാണ് ഉപയോഗിക്കുക, കാരണം ഇതിൻ്റെ കോട്ടിങ് പോയിട്ടുണ്ട്. പിന്നെ ഇത് ഒന്നിച്ചിട്ട് വറുക്കാൻ പറ്റില്ല, പിന്നെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വറുക്കേണ്ടത്, കാരണം രണ്ടിനും രണ്ട് വറവ് ടൈമാണ്. ഉലുവ വേഗം ഇതാവും, കടുകിന് കുറച്ചും കൂടെ പൊട്ടി വരാനൊക്കെ സമയം ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം ഉലുവ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ കടുക് വറുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാങ്ങക്കനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. കുറച്ച് തോന മാങ്ങ ഉള്ളതിനെ കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്ന മുളക്. ഈ മുളക് ഞാൻ ഇവിടെ തന്നെ കടയിൽ നിന്ന് പഴുത്ത മുളക് പുഴുങ്ങി ഉണക്കിയതാണ് കേട്ടോ. ഇത് വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ഞാൻ ഈ മുളകാണ് യൂസ് ചെയ്യുക. അങ്ങനെ വറവിടുന്ന ആവശ്യങ്ങൾക്ക് ഈ ഒരു മുളകാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വറുത്ത് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം കൈയായിട്ട് തിരുമ്മി മിക്സാക്കി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് അവിടെ വെക്കും. എനിക്കിതെന്തായാലും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ഈ ഒരു കടുമാങ്ങ ഞങ്ങൾ പറയുന്നതിന് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സുറുക്ക് വയ്ക്കേണ്ട കാര്യമൊന്നും ഇതിനില്ല. വെളുത്തുള്ളി വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു കടുകും ഉലുവയും വറുത്ത് പൊടിച്ചിടുക, അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് കുപ്പിയിലാക്കി എടുത്തേക്കുക. ഈ ഒരു പണിയേ ഉള്ളൂ. നമുക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ ഇത് കൂട്ടാൻ പറ്റും കേട്ടോ. നല്ലൊരു സംഭവമാണ്. നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറേ മാങ്ങയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.